അവൾക്ക് അതേ നേച്ചറാണ്. അപ്പോൾ സ്കൂളിൽ തന്നെ അവൾ OC എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയപ്പെടും. എന്നാൽ സ്കൂളിനകത്ത് ഭയങ്കരമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടായിട്ട് ഒരിക്കൽ തന്നെ സ്കൂളിൽ അവളെ കാണാനില്ല. അവിടെ അനൗൺസ് ചെയ്യുന്നു, വീട്ടിൽ വിളിച്ചറിയിക്കുന്നു, OCയെ കാണാനില്ല. ഞാൻ പിന്നെ ഇതെന്ത് കേട്ടാലും കാണാനില്ല, വരും, എവിടം വരെ പോകാനാണ് എന്ന് ആലോചിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ OCയും ഒരു കൊച്ചു കുട്ടിയും കൂടി ടോയ്ലറ്റിന് അവിടെ നിന്ന് നടന്നു വരുന്നു. ഭയങ്കര വിഷയം, എന്താ ഈ കൊച്ചു കുട്ടി ആരും പോലും അറിയില്ല. പക്ഷെ OC എല്ലാവരും, OC ചേച്ചി എല്ലാ കുട്ടികളും കൂടെ വരും. അപ്പം ഇവളുടെ താഴെ 2 പിള്ളേരുള്ളതുകൊണ്ടും ഈ ഹൻസികയൊക്കെ എടുത്ത് എല്ലാ കാര്യങ്ങളും സഹായിക്കുന്നുണ്ട്. ഈ കുട്ടിക്ക് അന്ന് വയറിന് സുഖമില്ലാതാവുന്നു. ഇവിടെ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടെ കുറച്ച് സമയം ഇരുന്ന് ഇവിടെ ക്ലീൻ ചെയ്ത് കുട്ടിയെ കൊണ്ടുവന്നു. ഈ സമയം കാണാതായി. അപ്പം ഇതെല്ലാം കഴിഞ്ഞല്ല, ഇവൾക്ക് അപ്പോഴും പ്രശ്നമില്ല. കാരണം നമ്മുടെ അകത്തൊരു ശരി ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്കിതൊന്നും പ്രശ്നമില്ല. ഈ ആരോപണങ്ങൾക്ക് വലിയ ഗുണമാണ്. ആരോപണത്തിന് ഭയങ്കര ശക്തിയാണ്. അതായത് എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്തവരാ, മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ. ദൈവത്തിന് പോലും നമ്മളെ ചിലപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ആരോപണത്തിൻ്റെ ഗുണം നമ്മളിലെ നെഗറ്റിവിറ്റി ആരോപണം എടുത്തുകൊണ്ട് പോകും.